ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്. ഇവിടെ 1, 2, 3, 4 അങ്ങനെ കുറേ ഡോറുകൾ നമുക്ക് കാണാം. ഇത് മെറ്റൽ ഡോറുകളാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. ഇനി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇതിങ്ങനെ അടുക്കി ഒരു കുറച്ചുകൂടെ ഹൈറ്റ് വരും, ഒരു അല്പം കൂടെ ഹൈറ്റ് വരും. ആ ഹൈറ്റിൽ അവരിങ്ങനെ അടുക്കും. ഇത് പറ്റി കാലിന് വയ്യാതിരിക്കുന്ന ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. 2 വർഷമായിട്ട് ഇരിപ്പിലാണ്. 2 വർഷമായിട്ട്? ഓഹോ. എന്ത് പറ്റിയതാ ഇപ്പം? വണ്ടി ആക്സിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലും? ഇവരുടെ ഇലക്ഷൻ സമയത്ത് കാൻഡിഡേറ്റിൻ്റെ സെക്യൂരിറ്റി പോയ സെക്യൂരിറ്റി വണ്ടി ഇടിച്ച്. ഈ കാണുന്നുണ്ടോ ഷേപ്പും ഉണ്ട്, ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ വെട്ടി ആരോ വെട്ടിയെടുത്ത് നോക്കുന്ന പോലെ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈന്തപ്പനകൾ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കട്ട് ചെയ്ത് നിർത്തുകയല്ല ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഇതിൽ നിന്ന്, ഈ ഒരു മരത്തിൽ നിന്ന് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ പശ്ചിമ ബംഗാളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ചക്ല എന്ന ഒരു ചെറു ഗ്രാമത്തിലാണ്. ചക്ല ഗ്രാമത്തിൽ നിന്ന് അല്പം കൂടി ദൂരം മാറിയിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികനായിട്ടുള്ള നമ്മുടെ നാസർ ബന്ധുവിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം, നമ്മൾ ഇവിടെ നിന്നായിരുന്നു വീഡിയോ വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചക്ലയും ചക്ലയ്ക്കടുത്തുള്ള കുറച്ച് ഗ്രാമക്കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. നമ്മോടൊപ്പം നാസർ ബന്ധു ഉണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. നമ്മളങ്ങനെ നാസർ ബ്രോ താമസിക്കുന്ന ആ ഒരു വീടിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. വീടിനോട് ചേർന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നുള്ളത് നമുക്ക് കാണാം. വെസ്റ്റ് ബംഗാളിൽ പലതരം കൃഷികൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് പച്ചക്കറികൾ, അതുകൂടാതെ നെല്ല്. ഓരോ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് അവിടുത്തെ കൃഷികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന മറ്റൊരു കൃഷി എന്ന് പറയുന്നതാണ് ജൂട്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയെ പറയാം. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നാസർ ബന്ധു താമസിക്കുന്ന ഈ വീടിനോട് ചേർന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് എന്നുള്ളതൊക്കെ. നാസർ ബ്രോ, ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്? ഇവിടെ ഇപ്പോൾ ആപ്പിൾ ബെയറിൻ്റെ തൈകളുണ്ട്, പിന്നെ പേരക്കയുടെ തന്നെ 3-4 വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ. പൊതുവെ ഈ പശ്ചിമ ബംഗാളിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ കൂടുതലും. മഴക്കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ജൂട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. മറ്റു കാലങ്ങളിൽ ബംഗാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബംഗാളിന്റെ പലതരം 23 ജില്ലയുള്ളത്, പലതരം ജോഗ്രഫി ഉള്ളത്. ഇപ്പം നമ്മുടെ ഈ നോർത്ത് 24 പരഗാനാസ് ഇവിടെ എല്ലാം അടുത്തുള്ള 3-4 ജില്ലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ കൃഷി നെല്ലുണ്ട്, പിന്നെ മഞ്ഞുകാലത്താണെങ്കിൽ കടുക് ഉണ്ടാകും, മഴക്കാലത്താണെങ്കിൽ ജൂട്ട് ഉണ്ടാകും, പിന്നെ ഒരുപാട് കുളങ്ങളുണ്ട്, മീൻ കൃഷിയുണ്ട്, പിന്നെ പച്ചക്കറികൾ ഏകദേശം എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ശരി. ഇപ്പൊ റീസെന്റ് ഇപ്പം നമ്മുടെയൊക്കെ ഏരിയയിൽ ഒരു കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയുടെ മേഖലയിൽ വരികയാണെങ്കിൽ ഇവിടെ ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ടാക്കുന്നത് നഴ്സറികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മളതിൻ്റെ ഒരു ചെറിയ രീതിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കും ഇതിൻ്റെ ഒരു ചെറിയ രീതിയിൽ നമ്മൾ 3-4 ഇടങ്ങളിൽ ചെറിയ സ്ഥലങ്ങൾ പാട്ടത്തിനിട്ട് നമ്മളും കൃഷി ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും എന്തൊക്കെയാണ്? അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും പേരക്കയുണ്ട്, പിന്നെ ആപ്പിൾ ബെയർ ഉണ്ട്, പിന്നെ കുറച്ച് മാംഗോ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏകദേശം എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റുകളുടെ ഒരുപാട് നഴ്സറികൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് പലതരം നഴ്സറികളുണ്ട്, പലതിനും പലതായ കാറ്റഗറി തിരിച്ചിരിക്കുകയാണ്. നഴ്സറികൾ ശരിക്കും ടെക്നിക്കലി പറയുമ്പോൾ ഇത് ഫ്രൂട്ട് പ്ലാന്റുകൾ വേറെ, ഫ്ലവേഴ്സ് പൂക്കളുണ്ടാക്കുന്ന പ്ലാന്റുകൾ വേറെ, ഇൻഡോർ പ്ലാന്റുകൾ വേറെ, പിന്നെ ഫോറസ്റ്റ് പ്ലാന്റുകൾ, അങ്ങനെ പലതരം നഴ്സറികളല്ല. എല്ലാവരും ഒരുമിച്ചുള്ളതല്ല ഇവിടെ. അങ്ങനെ ഉണ്ടാക്കുന്ന ചില ഏരിയകളുണ്ട്. പക്ഷേ ഈ ഏരിയയിൽ പൊതുവെ ഏറ്റവും കൂടുതലുള്ളത് ഈ ഫ്രൂട്ട് പ്ലാന്റുകളുടെ നഴ്സറികൾ. ഇവിടെ ധാരാളം കൃഷി ചെയ്യുന്നത് തന്നെയാണോ? ഇവിടെ 100 കണക്കിന് നഴ്സറികൾ ഈ ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് സമീപ പ്രദേശങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നത് ഫ്രൂട്ട്സ് തന്നെയാണ്, ഈ പേരയ്ക്ക പോലുള്ള പ്ലാന്റ്സ് ആണ് കൂടുതൽ. അതല്ലേ? ഓക്കെ. ഇപ്പം നമ്മളിപ്പം ഈ പേരയ്ക്ക ഇവിടെ ഇപ്പം നാസർ ബ്രോ പറഞ്ഞു ഇവിടെ പലതരത്തിലുള്ള പേരയ്ക്കകൾ നമ്മൾ ബഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നത്? ഇത് പലതരം സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ബഡ് ചെയ്യാന്ന് വെച്ചാൽ ബഡിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിങ്, അപ്രോച്ച് ലെയറിങ്, അങ്ങനെ പലതരത്തിലുള്ള സിസ്റ്റത്തിലൂടെ ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ സാധാരണ ഇതിൽ ഹൈബ്രിഡ് തൈ നമ്മൾ കുറച്ച് സാമ്പിൾ നമ്മൾ വാങ്ങിക്കുന്ന പുതിയ മോഡലുകൾ, അതിനെ നമ്മൾ മദർ പ്ലാന്റ് ആയിട്ട് വളർത്തി അതിൽ നമ്മൾ പിന്നെ സാധാരണ നാടൻ തൈ വിത്ത് മുളപ്പിച്ചിട്ട് വളർത്തിയെടുത്ത് അതിട്ട് ബഡ് ചെയ്യോ ഗ്രാഫ്റ്റ് ചെയ്യോ ചെയ്തിട്ട് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണണമെങ്കിൽ ഇപ്പോൾ ഇവിടെ എയർ ലെയറിംഗ് എന്ന് പറഞ്ഞ ഇതുണ്ട്. എയർ ലെയറിംഗ് ഇത് പുതിയൊരു വെറൈറ്റിയാണ്. റെഡ് കിങ് എന്ന് പറഞ്ഞൊരു പേരാണ്.
ഓക്കെ. അത് വികസിച്ചേക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ, അത് വേറെ തായ്ലൻഡിൽ ഇമ്പോർട്ടഡ്. ഓ, തായ്ലാൻഡ് ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നാടൻ പേരക്കയിലേക്ക് ബഡ് ചെയ്ത് ചേർക്കുകയാണ് അല്ലേ? സക്സസ് ആണോ അത്? എങ്ങനെയാണ്? സക്സസ്. നല്ല എക്സ്പേർട്ട് പണിക്കാരാണെങ്കിൽ ഒരു 100 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 95 സക്സസ് ആവും. അല്ലെങ്കിൽ അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അതെ അല്ലേ? അപ്പോൾ എന്തായാലും ഒരു 95% സക്സസ് പറയാം. പിന്നെ ഈ പേരക്കയുടെ ഗുണം ഇത് അത്യാവശ്യം ഏത് വെതറും മാനേജ് ചെയ്യും, കുഴപ്പമില്ല. ചൂടാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമുക്കറിയാം above 40 ഡിഗ്രി ഒക്കെ ഇത്. അതാണ് ചോദിച്ചത്. നമ്മുടെ ബംഗാളിലെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ തണുപ്പാകുമ്പോൾ നല്ല തണുപ്പായിരിക്കും, മഴയാണെങ്കിൽ നല്ല മഴയായിരിക്കും, ചൂടാണെങ്കിൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ കാലാവസ്ഥ ഇത് പ്രതിരോധിക്കും അല്ലേ? പ്രതിരോധ ശേഷിയുള്ള വിത്തിനങ്ങൾ മാത്രമുള്ള പല സ്ഥലങ്ങളും ഇപ്പോൾ കേരളത്തിലോട്ടും വേറെ സ്റ്റേറ്റുകളിലോട്ടൊക്കെ ഇത് കൃഷിക്കായിട്ട് പോകുന്നുണ്ട്. ഓ, അത് ശരി. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റി ഇത് റെഡ് കിങ് എന്ന് പറഞ്ഞു. ഇതിന് മുന്നേ റെഡ് ഡയമണ്ട് എന്ന ഇതുണ്ടായിരുന്നു. അതിന് ഇത്രയും പ്രൊഡക്ഷനും ഇല്ല, പിന്നെ വെതറിന്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടി നല്ല വെറൈറ്റി. ഇത് ക്വാളിറ്റിയാണ്. ഏകദേശം ഒരു 300 ഗ്രാം 400 ഗ്രാം ഫ്രൂട്ടിനുണ്ടാകും. പിന്നെ ഇതിന്റെ ഉൾഭാഗം ഫുള്ള് റെഡ് ആയിരിക്കും. പിന്നെ സീഡ്സ് വളരെ കുറവായിരിക്കും. പിന്നെ ത്രൂ ഔട്ട് ഏരിയ ഏകദേശം വർഷം മുഴുവൻ പ്രൊഡക്ഷൻ ഉണ്ടാകും. അതിൽ മഞ്ഞാലത്താണ് കൂടുതലുണ്ടാകും. ആണല്ലേ? പക്ഷെ ഇത് നമ്മുടെ ഇവിടെ ഇത് സക്സസ് ആകാനായിട്ട് ഇവിടെയുള്ള ആൾക്കാർ ഇത് വാങ്ങിക്കും. എങ്ങനെയാണ് ഇത്? നമ്മൾ എന്താ ചെയ്യുക? ശരിക്കും ഇത് ഇവിടെ കൃഷി ചെയ്യുന്നത് വളരെ കുറവാണ്. കൂടുതലും വേറെ സ്റ്റേറ്റുകളിലോട്ട്, വേറെ സ്ഥലങ്ങളിലോട്ട് പോവുക. കൃഷി വളരെ പ്രൊഫഷണലായിട്ട് പേരക്കൃഷിയും മാംഗോ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ അങ്ങോട്ടൊക്കെ ബംഗാളിൽ തന്നെ വേറെ സ്ഥലങ്ങളിൽ, പിന്നെ വേറെ സ്റ്റേറ്റുകളിലോട്ടും പോകുന്നത്. അവരാണ് ഇത് ആയിരക്കണക്കിന് തൈകൾ ഒരുമിച്ച് വാങ്ങിച്ചിട്ട് ഒരു കൃഷി ചെയ്യുന്നത്. നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് വിൽക്കണേ, അല്ലാതെ നമ്മൾ റീറ്റെയിൽ ആയിട്ട്? ഇല്ല, റീറ്റെയിൽ ചെയ്യില്ല. കാരണം നമുക്കിപ്പോൾ ഒരു ഏരിയയിൽ ഫുള്ള് ഒരുമിച്ച് വിറ്റ് പോലെ അടുത്ത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കങ്ങനെ 1-2 വിൽക്കാന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ അത്ര പ്രായോഗികമല്ല. പിന്നെ കേരള വളരെ കുറച്ച് പേര് റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് പറഞ്ഞൊരു വലിയ ബൾക്കായിട്ട് സെയിൽ ചെയ്യാനായിട്ട് ദിവസം നടക്കുമല്ലോ. ഈ പറഞ്ഞ രീതിയിൽ ഒരു ബാച്ചങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ബാച്ച് നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ സീറോ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ കൂടാതെ സമയം കിട്ടുമ്പോൾ ഇതും അല്ലേ സമയം കണ്ടെത്തി ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചെറിയ വരുമാനം, തീർച്ചയായിട്ടും ചെറിയൊരു വരുമാനം കൂടിയാണല്ലോ നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണത്. എന്തായാലും അത് കൊള്ളാം. ഇവിടെ സ്ഥിരം പണിക്കാരുണ്ടോ? നമുക്ക് എന്താണ് ഇത് സാധാരണ ഇതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സ്കിൽഡ് ലേബർ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ പെർ പീസിനാണ് പൈസ കൊടുക്കുക. ബെഡ് ചെയ്യുന്നതിന് ഇതിനൊക്കെ ഏകദേശം 1.5 രൂപ പെർ പീസിന് കൊടുക്കണം. അതിന് 10 രൂപ 15 രൂപ അത് പെർ പീസിന് നമ്മൾ പൈസ കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് എല്ലാ പണിക്കാരും ഈ പണിക്ക് പറ്റില്ല. അവർ ഉപയോഗിക്കുന്ന കത്തി വേറെയാണ്. പിന്നെ അവർ സക്സസ് റേറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ പരിചയമില്ലാത്ത രീതിയിൽ 1000 ബെഡ് ചെയ്താൽ ചിലപ്പോൾ ഒരു 500-600 കിട്ടുള്ളൂ, ബാക്കി പോകും. ഈ പറഞ്ഞ രീതിയിൽ ഈ 400 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇതിനകത്ത് 2 പോയാൽ തന്നെ ഒരു ദിവസത്തെ കൂലി അങ്ങ് പോയി അല്ലേ? അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. സ്കിൽഡ് ലേബേഴ്സിനെ നമുക്ക് ഇതിൽ കാര്യമുള്ളൂ. ശരി. ഇപ്പോൾ എന്തായാലും വീട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പം ഇവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ജോലി ചെയ്യുന്നത് കണ്ടപ്പം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. എന്തായാലും അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഈ ഒരു കാര്യം കൂടെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈ പേരയ്ക്ക ബഡ് ചെയ്ത് അവർ ഹോൾസെയിലായിട്ട് വിൽക്കുന്നൊരു ചെറിയ പരിപാടിയും കൂടെ അദ്ദേഹം ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്കങ്ങനെ ഒരു പേരയ്ക്ക ബന്ധു തന്നിരിക്കുകയാണ്. ഇത് അത്യാവശ്യം വലിയൊരു സൈസെന്ന് പറയാൻ പറ്റില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം നിലവിൽ ഇവിടെ ഒരെണ്ണം കണ്ടപ്പോൾ പറിച്ചാണ്. നല്ല സൈസ് ആകുന്നതാണ്. ഒരു 250-300 ഗ്രാം അദ്ദേഹം പറഞ്ഞ പ്രകാരമുള്ളതാണ്. പക്ഷേ ഇത് അത്ര ഇതായിട്ടില്ല, എന്നാലും പഴുത്തു എന്ന് പറഞ്ഞു. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മൾ പറിച്ച പേരയ്ക്ക കട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ കളറ് ഈ കാണുന്നതാണ് കേട്ടോ. അകത്ത് അധികം കുരുവില്ല. ബിന്ദു പറഞ്ഞത് കറക്റ്റാണ്. അധികം കുരുവുള്ള ടൈപ്പ് പേരയ്ക്കയല്ല. ഇനി മധുരം എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറയാം. അപ്പോൾ എന്തായാലും നമുക്കിനി പേരയ്ക്ക കഴിക്കാം കേട്ടോ. ബിന്ദു കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. കുരു കുറവായോണ്ടേ നല്ല സുഖം കഴിക്കാനായിട്ട്. അങ്ങനെ യാത്ര ചെയ്ത് കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാഴ്ച കാണാൻ സാധിച്ചു കേട്ടോ. ഇവിടെ കുറേ റിങ്സ്, കുറേ വളയങ്ങൾ ചെളി കൊണ്ട് അല്ലെങ്കിൽ മഡ് കൊണ്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ റിങ്സ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ടോയ്ലറ്റിൻ്റെ സെപ്റ്റി ടാങ്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം അവരിങ്ങനെ നിർമ്മിച്ച് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ രീതിയൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ മഡ് കൊണ്ട് നിർമ്മിക്കുന്നത് കൂടുതലും ഇഷ്ടികകളാണ്. ഇഷ്ടിക ചൂളകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ധാരാളം ഇഷ്ടികകൾ നിർമ്മിക്കാറുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണ രീതി.
പ്രധാനമായിട്ടും ഇവിടെ തുടങ്ങുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഈ ഒരു ഭാഗത്ത് തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു ഭാഗത്തായിട്ട് ധാരാളം ചെളി കൂട്ടിയിട്ടിട്ടുണ്ട്. ആ ചെളി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവർ നല്ല രീതിയിൽ ഇവിടെ ഇട്ട് കുഴയ്ക്കും. വെള്ളമൊക്കെ ചേർത്ത് നല്ല രീതിയിൽ കുഴച്ച് ഒരു പരുവാക്കും. ചെളി മാത്രമല്ല, ഇതിൻ്റെ കൂടെ നെല്ലിൻ്റെ ഉമിയും ചേർക്കും. ഉമിയും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു മിശ്രിതം ഉണ്ടാക്കിയതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ ഈ പറയുന്ന റിങ്സ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റിങ്സ് ഉണ്ടാക്കുന്നത് വെറുതെ നമുക്ക് ആ ഒരു വളയം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അതിനൊരു അച്ചുണ്ട്. അതുകൂടാതെ ഈ റിങ്സിന് ചുറ്റും ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സെപ്പറേറ്റ് അച്ച് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എന്തായാലും ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ചെളി നല്ല രീതിയിൽ കുഴച്ച് ഭംഗിയാക്കിയിട്ട് ഒരു സ്ഥലത്ത് ഇതുപോലെ കൂട്ടി മൂടി വെക്കും. ഇതിന് ശേഷമാണ് ഇതുപോലത്തെ റിങ്സുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അച്ചെന്ന് പറയുന്നത്, ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന അച്ചെന്ന് പറയുന്നത് ഈ കാണുന്ന അച്ചാണ്. കണ്ടോ, ഈ കാണുന്ന അച്ചാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് മെറ്റലാണ് കേട്ടോ. ഇതിന് ചുറ്റും അവർ കൈകൊണ്ടിങ്ങനെ തേച്ച് പിടിപ്പിക്കും. തേച്ച് ഈ ഒരു കനത്തിൽ, ഒരു ചെറിയൊരു കനമുണ്ട് അവർക്കൊരു, അതിൻ്റെ ഒരു സൈസ് അവർക്കറിയാം. ആ ഒരു കനത്തിൽ അവരിങ്ങനെ തേച്ച് പിടിപ്പിക്കും. അതിനുശേഷം ഒരല്പം ഉണങ്ങി കഴിയുമ്പോഴത്തേനും ഇതിവർ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ പൊക്കിയെടുക്കാനുള്ള ഒരു സംവിധാനം ഇതിനകത്ത് തന്നെ ഉണ്ട്. അതിങ്ങനെ വലിച്ചൂരിയെടുക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓരോ ഡിസൈൻസ് കാണാൻ പറ്റും. ഒരു ഡയമണ്ട് ആകൃതിയിലുള്ള ഒരു ഡിസൈൻ നമുക്ക് കാണാൻ കഴിയും. അത് വേറൊരു ഇത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അത് ചെറിയൊരു സംവിധാനമാണ് അവർ ഒരുക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട്, ആ ഡിസൈൻ കൊടുക്കാനായിട്ട്. അത് ഈ കാണുന്നതാണ് കേട്ടോ. ഈ കാണുന്ന അച്ച് ഉപയോഗിച്ചിട്ടാണ് അവർ ആ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. ചെറിയ ഡയമണ്ട് ആകൃതിയിൽ അതിങ്ങനെ നിർമ്മിച്ചിരിക്കുകയാണ്. ഇത് തടിയാണ്. മറ്റേ നമ്മൾ കണ്ടത് മെറ്റലായിരുന്നു. ഇത് തടിയാണ്. പൂർണ്ണമായിട്ടും തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, അച്ച് ഉപയോഗിച്ച്. അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അത് എന്തിനാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഇതൊരു ഡിസൈനായിട്ടല്ല, അത് കുറച്ചുകൂടെ ലെവലാകാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ റൗണ്ട് കറക്റ്റ് ലെവലാകാൻ വേണ്ടിയിട്ടാണ്. ചില സ്ഥലങ്ങളിലൊക്കെ വളവും തിരിവൊക്കെ വരാറുണ്ടെന്നാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ ആ വലിയൊരു ഇരുമ്പിൻ്റെ അച്ച് വെച്ച് ഉണ്ടാക്കിയാലും ഈ കുറച്ച് സൈസ് വരുമ്പോഴത്തേനും അളവിലൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ആ അളവ് ലെവലാക്കാനും കൂടിയിട്ടാണ് അവർ ആ ഒരു ഡയമണ്ട് ആകൃതിയിൽ ഡിസൈൻ വരുന്ന ആ തടി ഉപയോഗിച്ചിട്ട് ലെവൽ ചെയ്യുന്നത്. പിന്നെ അതൊരു ഡിസൈനും കൂടി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം പറയാൻ വന്നത്, ഈ കാണുന്ന സംഭവം കണ്ടോ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യെല്ലോ കളറിലായിട്ട് കുറേ റൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ നിർമ്മിച്ച സംഭവം തന്നെയാണ്, ചെളി ഉപയോഗിച്ച് നിർമ്മിച്ചാണ്. പക്ഷേ അതിനൊരു മഞ്ഞ കളർ കൂടുതലാണ്. നമ്മൾ അവിടെ കണ്ടതിന് അത്ര മഞ്ഞ കളറില്ല. മാത്രമല്ല ഇതുണ്ടോ, ഇവിടെയാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അധികം മഞ്ഞ കളർ നമുക്ക് കാണാൻ കഴിയില്ല. ആ ഇരിക്കുന്നതിനൊക്കെ കുറച്ചുകൂടെ യെല്ലോ കളർ കൂടുതലാണ്. അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഒരു ടൈപ്പ് മണ്ണാണിത്. ഇത് നമ്മൾ സാധാരണ ചെളിയല്ല. ഇത് വേറൊരു സ്ഥലത്തു നിന്ന് അവർ കൊണ്ടുവരികയാണ്. ഈ ഒരു കളറിന് വേണ്ടിയിട്ട് ഈ ഒരു മണ്ണ് വേറൊരു സ്ഥലത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. അതിവിടെ ഈ ചക്കള ഭാഗത്തോ അല്ലെങ്കിൽ ഇതിനോട് ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലൊന്നും ഈ ഒരു മണ്ണ് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ക്യാഷ് കൊടുത്ത് അവർ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ കുഴച്ച് ഉണ്ടോ, ഇവിടെ കുഴക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ വെള്ളവുമായിട്ട് കുഴച്ച് ഇതിനെ ചുറ്റും തേച്ച് പിടിപ്പിക്കും. അപ്പോൾ ആ ഒരു കളറ് അവർക്ക് കിട്ടുന്നതാണ്. ഇതിനി തേക്കാനുള്ളതാണ്. അങ്ങനെ രണ്ട് കളറിൽ നമുക്കിവിടെ ഈ റിങ്സ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. യെല്ലോ കളറിലും പിന്നെ നോർമലി ഈ ഒരു കളർ നമുക്ക് ആദ്യഘട്ടം എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ അത് ചൂളയിൽ വെച്ച് ഉണക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സംവിധാനം ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ചൂള. ഈ ചൂളയ്ക്കകത്താണ് അവർ ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന എല്ലാ വസ്തുക്കളും ചൂളയിൽ വെച്ച് അവർ ഉണക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഇഷ്ടിക കണ്ടോ, ഇതൊക്കെ ചൂളയിൽ വെച്ച് ഉണക്കി ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ നമുക്കറിയാം. സമാനമായ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. നമ്മളിപ്പോൾ അവിടെ കണ്ട റിങ്സ് കണ്ടോ, ഇവിടെ കൊണ്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ അടുക്കി ഒരു കുറച്ചുകൂടെ ഹൈറ്റ് വരും, ഒരല്പം കൂടെ ഹൈറ്റ് വരും. ആ ഹൈറ്റിൽ അവരിങ്ങനെ അടുക്കും. ഫുള്ളായിട്ട് അടുക്കി വെച്ചതിന് ശേഷമാണ് ചൂളയ്ക്ക് തീ കൊടുക്കുന്നത്. തീ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കറിയാമല്ലോ ഇത് ഉണങ്ങി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ചൂള സംവിധാനമാണ് ഈ കാണുന്നത്. അത്യാവശ്യം ഒരു വലിയ ചൂളയാണ് കേട്ടോ. കാരണം ഇത്രയും റിങ്സ് അടുക്കണമല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഇഷ്ടിക ചൂളകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതും ഇതുപോലെ വലിയ ചൂളകളാണ്. അതിങ്ങനെ അടുക്കിയിട്ടാണ് തീ കൊടുത്തവർ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ തീ ഇടുന്ന കാര്യം നമ്മൾ പറഞ്ഞു. തീ ഇടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇത് ചൂള. ഈ ഒരു ഭാഗത്തായിട്ടാണ് മെയിനായിട്ട് അവർ തീ ഇടുന്നത്. കണ്ടോ, അതിന് വേണ്ടിയിട്ടുള്ള വിറകൊക്കെ ഇവിടെ അടുക്കിയിട്ടുണ്ട്. ഈ വിറക് അങ്ങോട്ടിട്ട് നല്ല രീതിയിൽ കത്തിച്ച് അതിൻ്റെ അകത്തേക്ക് തീയുടെ ചൂട് പോയിട്ടാണ് അത് ഉണങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചൂള സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗത്ത്, ഈ അടിഭാഗത്തായിട്ട് അവർ തീയിട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണക്കിയതിന് ശേഷം നമ്മളിതാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് ഈ കാണുന്നതാണ് കേട്ടോ. നല്ല ചുവപ്പ് കളറിൽ റിങ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. അവസാനത്തെ പ്രോഡക്റ്റാണിത്. ഇത് ഉണക്കി ഇങ്ങനെ അടുക്കി അവർ വെച്ചിരിക്കുകയാണ്. ചൂളയിലൊക്കെ വെച്ച് നല്ല രീതിയിൽ ഉണക്കി വെച്ചിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി വെയിലൊക്കെ കൊണ്ട് ഇവിടെ ഇരുന്ന് കുറച്ചുകൂടി ഉണങ്ങുമായിരിക്കും. വെയിലത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ മഴ നനഞ്ഞാലും വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം
ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു. ഈ മഴയത്താണ് ഇത് ഇരുന്നത്. ഇപ്പോൾ മഴയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്തായാലും നശിച്ചു പോയേനെ. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇതിരിക്കുന്നത്. ഇത് ചെറുതും വലുതുമായിട്ട് പല സൈസുണ്ട് കേട്ടോ. ഇതിനകത്ത് ചെറുതിരിപ്പുണ്ട്, അതിനേക്കാളും വലുതായിട്ടുള്ളത് പുറത്തിരിപ്പുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത്, വലുതിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്, ചെറുതിന് 70 രൂപയാണ് റേറ്റ് പറഞ്ഞത്. 100, 70. ഇത് സാധാരണ ഇങ്ങനെ 5 എണ്ണം ചേരുന്ന ഒരു ബണ്ടിലായിട്ടാണ് കേട്ടോ അവരിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം ഈ 5 എണ്ണത്തിന് 500 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ എത്തിയപ്പം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഇനി ഇത് മാത്രമല്ല, ആ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോറിയിൽ കയറ്റി സാധനങ്ങൾ അവർ കൊണ്ടുപോകുന്നുണ്ട്. അതിന് പല ദേശങ്ങളിലേക്ക് പോകും, ബംഗാളിൻ്റെ പല ദേശങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ യൂണിറ്റുകൾ കാണാം. ഇതുപോലെ ചൂളയിൽ വെച്ച് ഉണക്കി ഡ്രിങ്ക്സ് ഉണ്ടാക്കി വിൽക്കുന്ന ധാരാളം യൂണിറ്റുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റിലാണ് നമ്മളിപ്പോൾ കയറിയത്. ഇങ്ങോട്ട് നടന്നു വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു ഭാഗത്ത് അടുത്ത യൂണിറ്റ് കാണാം. ആ യൂണിറ്റിൽ നിർമ്മിച്ച ഡ്രിങ്ക്സ് ആണ് ഇതുപോലെ ലോറിയിൽ കയറ്റി പല ദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മളങ്ങനെ യാത്ര ചെയ്ത് വരുന്ന വഴിക്ക് വളരെ യാദൃശ്ചികമായിട്ട് കണ്ട ഒരു ഷോപ്പാണ് കേട്ടോ. നാസർ ബന്ധുവിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഷോപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്. ഇവിടെ 1, 2, 3, 4 അങ്ങനെ കുറേ ഡോറുകൾ നമുക്ക് കാണാം. ഇത് മെറ്റലാണ്, മെറ്റൽ ഡോറുകളാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. ഇനി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എന്തായാലും ഇതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുഴുവനും കണ്ടോ പഴങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ബനാനയാണ് ഈ കാണുന്നത്. ഇതൊരു ഫ്രീസറാണ് കേട്ടോ, ശരിക്കും വലിയൊരു ഫ്രീസറാണ്. ഇവിടെ 2 AC വെച്ചിട്ടുണ്ട്. അപ്പോൾ AC വെച്ച് ഇങ്ങനെ അവർ പഴുപ്പിക്കുകയാണ്. ഇത് പഴുപ്പിക്കാനായിട്ട് വെറുതെ AC വെച്ച് കഴിഞ്ഞാൽ പഴുക്കില്ല, അതിനൊരു പ്രോഡക്റ്റും കൂടെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്രേ ആണ്. ഇതിനകത്തേക്ക് അവർ സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്താൽ മാത്രമേ ആ തണുപ്പിൽ, ഇപ്പോൾ കാണിച്ചേക്കുന്നത് 22 ഡിഗ്രിയാണ്, ഏകദേശം 18 മുതൽ 22, 23, 24 ഡിഗ്രി വരെ അവരെ തണുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 23 കാണിക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് 22 കാണിക്കുന്നുണ്ട്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിലവിൽ ഈ ഒരു ഗോഡൗൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്, ഈ ഡോറിനകത്ത് സ്ഥിതി ചെയ്യുന്നത് പഴം പഴുപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫ്രീസറാണ്. ഇത് വളരെ യാദൃശ്ചികമായി കണ്ട ഒരു കാഴ്ചയാണ്. ഇതൊരു കമ്പനിയാണ്, KSJF എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര്. നാസർ ബന്ധുവിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഷോപ്പും കൂടിയാണ്. നാസർ ബ്രോ എന്നോട് ചോദിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒരു പഴം ഇങ്ങനെ ഫ്രീസ് ചെയ്ത് പഴുപ്പിക്കുന്ന കാഴ്ചന്ന്? നമ്മൾ സാധാരണ ചാക്കിലൊക്കെ കെട്ടിവെച്ചിട്ടാണ് പഴം പഴുപ്പിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുണ്ടായിരിക്കും കേട്ടോ ഇതുപോലെയൊക്കെ. എന്തായാലും കേരളത്തിൽ ഇതുപോലത്തെ സ്ഥാപനങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഈ പഴുപ്പിച്ചതിന് ശേഷം ഇതുപോലെ ബാസ്ക്കറ്റുകളിൽ അടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതുണ്ടോ, ഇതൊരു ബാസ്ക്കറ്റാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു പഴമാണ്. ഇതിൻ്റെ ഗ്രേഡ് തിരിക്കും കേട്ടോ. നല്ല പഴങ്ങൾക്ക് നല്ല ബാസ്ക്കറ്റിലേക്ക് അവർ മാറ്റും, മോശം പഴങ്ങളൊക്കെ മോശം ബാസ്ക്കറ്റിലേക്ക് മാറ്റും. ഇപ്പോൾ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് ഗ്രേഡ് തിരിച്ചിട്ടാണ് വിപണിയിൽ ഇത് വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ ഒരു സ്ഥാപനം നടത്തുന്നത്. ഇതൊരു ഫ്രീസറാണ് ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം. അപ്പോൾ എന്തായാലും ഫ്രീസറിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസൊക്കെ ചേർന്നൊരു സ്ഥലത്തേക്ക് നമ്മൾ ക്ഷണിച്ചു എന്നാണെങ്കിൽ പറയാം. ഇദ്ദേഹമാണ് അതിൻ്റെ ഓണർ. അപ്പം നാം ക്യാ ഭയ്യ? ജാഫൂർ അലി മുണ്ടൂർ. ഓക്കെ, എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വീട് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓഫീസ് സ്പേസും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ. ഈ ഒരു ഭാഗത്താണ് ഓഫീസ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇങ്ങോട്ട് മുകളിലേക്ക് കയറി വരാനുള്ള പ്രധാന ഒരു കാര്യം ഞാൻ കാണിച്ചുതരാം. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വീട് കൂടിയാണെന്നുള്ളത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു ഡിസൈനൊക്കെ കണ്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ വീടിനകത്തൊന്നും ഇതുപോലത്തെ ഡിസൈൻസ് ഒന്നും ആരും ഉപയോഗിക്കാറില്ല. വെള്ളച്ചാട്ടങ്ങൾ, പാലം, അങ്ങനെ ഒരു ഭംഗിയുള്ളൊരു ഡിസൈനൊക്കെ ഇവരിങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മരം, കുറേ ഇലകൾ, പൂക്കളൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ ഭിത്തിക്കും ഓരോ ഡെക്കറേഷൻസ് അവർ കൊടുത്തിരിക്കുകയാണ്. ഒരു വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു സാമ്പത്തികമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീടിൻ്റെ നിർമ്മാണ രീതി ഇങ്ങനെയാണ്. കുറച്ച് സാമ്പത്തികമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വീട് മോഡിഫൈ ചെയ്യും. ഹാളിൽ മാത്രമല്ല കേട്ടോ ഇതുപോലെ അവർ ഈ ഒരു ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത്. ഓരോ റൂംസിനും അവർ ഇതുപോലത്തെ ചിത്രങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്.
ബെഡ്റൂമുകളിലൊക്കെ ഇതുപോലത്തെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അകത്തേക്ക് പ്രവേശിച്ച് കാണിക്കുന്നില്ല, കാരണം അവരുടെ പ്രൈവസി ആണല്ലോ. പിന്നെ മുകളിലൊക്കെ ആണെങ്കിലും കണ്ടോ ഓരോ ഡിസൈൻസ് അവർ കൊടുത്തിരിക്കുകയാണ്. ഡയമണ്ട് ആകൃതിയിലുള്ള ഡിസൈൻസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഈ ഒരു ഹാളും ഇവരുടെ വീടിൻ്റെ മുറികളൊക്കെ. വളരെ വ്യത്യസ്തമായൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. আজ আমাদের শেষ বা বিদায় রজনী, বিদায় সন্ধ্যা, বিদায় লগ্ন। এই বছরের মতন লাস্ট খেলা। നമ്മളിപ്പോൾ ബന്ധുവിൻ്റെ കൂടെ ഒരു സ്കൂളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഇത് സീറോ ഫൗണ്ടേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ സ്കൂളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബന്ധുവിനോട് തന്നെ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം. കുറച്ച് കുട്ടികളൊക്കെ ഇപ്പോൾ ഇവിടെ ക്ലാസ്സിലിരിപ്പുണ്ട്. ഗ്രാമങ്ങളിൽ പൊതുവെ എഡ്യൂക്കേഷൻ്റെ നിലവാരം എന്ന് വെച്ചാൽ വളരെ മോശമാണ്. പ്രത്യേകിച്ച് പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ഒക്കെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഇവിടെ ഗ്രാമങ്ങളിൽ പ്രൈമറി സ്കൂളുകളുണ്ടെങ്കിലും പലതും പ്രോപ്പർ ഫങ്ഷനിങ് അല്ല. പലയിടത്തും എഡ്യൂക്കേഷൻ ഉച്ചക്കുള്ള ഭക്ഷണം മിഡ് ഡേ മീൽ സ്കീം മാത്രം ഉള്ള പഠനം പ്രോപ്പറായിട്ട് നടക്കാത്ത സിസ്റ്റം പൊതുവെ ഗ്രാമങ്ങളുള്ളത്. അപ്പോൾ അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് സ്കൂള്, പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് റിട്ടയർഡ് ആയപ്പോൾ സ്കൂൾ പൂട്ടിപ്പോയി, പുതിയ അപ്പോയിൻമെൻറ്റ് നടക്കാത്തതുണ്ട്. ഇവിടുത്തെ അടുത്ത ഗ്രാമങ്ങളിൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ വളരെ പ്രയാസമുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിവിടെ വന്ന കാലം തൊട്ടേ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖലയാണ് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വന്ന കാലത്ത് സ്കൂളിൽ പോകാത്ത ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ട് ഇങ്ങനെ കളിച്ച് നടക്കുന്ന കുട്ടികളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു കുട്ടി, രണ്ട് കുട്ടി, അങ്ങനെ കൂടി കുട്ടികൾ കൂടി വന്നപ്പോൾ പിന്നീട് ചെറിയൊരു ഷെഡ് നമ്മൾ വാടകയ്ക്ക് എടുത്ത് പഠിപ്പിച്ചു തുടങ്ങി. പിന്നെ നമ്മൾ നമുക്ക് പേഴ്സണലി ടീച്ചിങ് തീരെ അറിയുന്ന ഒരാളല്ലേ, പിന്നെ നമ്മുടെ നിവൃത്തികേട് കൊണ്ട് നമ്മൾ തുടങ്ങിയതാണ് തുടക്കത്തിൽ. നമുക്ക് ഈ കമ്മ്യൂണിറ്റിക്ക് നീഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ ഇപ്പോൾ അത് പതുക്കെ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ 2019 നിങ്ങൾ പുറകിൽ ഷെഡ് കണ്ടാം, അവിടെ നമ്മൾ ചെറിയ കുറച്ച് ഡെവലപ്പ് ചെയ്ത് ഒരു ടീച്ചറൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിപ്പിച്ച് തുടങ്ങിയിരുന്നു. പിന്നീട് പതുക്കെ കുട്ടികൾ കൂടി വന്നു, പെർമനൻ്റ് ടീച്ചേഴ്സിനെ വെച്ചു. ഇവിടെ നമ്മുടെ നിങ്ങൾ കാണുന്ന നമ്മുടെ സ്കൂൾ ബിൽഡിംഗ് ആണിത്. ഇവിടുത്തെ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപകൻ നമുക്ക് തന്നെ, നമ്മുടെ പേരിലൊന്നുമല്ല, നമുക്ക് ഉപയോഗിക്കാനായിട്ട് തന്നൊരു സ്ഥലത്ത് നമ്മൾ പണിതേക്കുന്ന ചെറിയൊരു സ്കൂള്. ഇവിടെ ഏകദേശം ഒരു 130 കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമുക്കൊരു 8 ടീച്ചേഴ്സും 2 നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് 10 പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ പല ഗ്രാമങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ LKG, UKG, പിന്നെ 1 മുതൽ 4 വരെയുള്ള പ്രൈമറി ക്ലാസ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇത് ശരിക്കും പരീക്ഷാ സമയമാണ്. ഇവിടെ വേനലവധി കുറച്ച് സമയമുള്ള 2 ആഴ്ചയുള്ളൂ, പിന്നെ ഇലക്ഷൻ്റെ അവധി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പരീക്ഷ നടക്കുന്ന സമയത്ത് ഇവിടെ രാവിലെ ഇത് പല സീസൺ അനുസരിച്ച് ഇപ്പോൾ രാവിലെ 8 മണി മുതൽ 12 മണി വരെയാണ് ഇപ്പോൾ ഉള്ള വർക്കിംഗ് ടൈം. മഞ്ഞുകാലത്ത് ചിലപ്പോൾ കുറച്ച് സമയം 10 മണി മുതൽ 2 മണി വരെ, അങ്ങനെ ടൈമിംഗ് മാറിക്കൊണ്ട്. നല്ല ചൂടുള്ളതാണെങ്കിൽ ഒക്കെ ടൈമിങ് വ്യത്യാസം വരും. ഏകദേശം 4-5 മണിക്കൂർ പെർ ഡേ നമ്മൾ ക്ലാസ് ഉണ്ട്. സാധാരണ സ്കൂളുകളെ പോലെ വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം കുറച്ച് ആർട്ട്, ക്രാഫ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനുണ്ട് കുറച്ച് ഇതുണ്ട്. പിന്നെ ഈ സമീപത്തുള്ള വേറെ പല സ്കൂളുകൾ വെച്ചുകൊണ്ട് ഇവിടെ കുടിവെള്ളമുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, പ്രൊജക്ടറുണ്ട്, കമ്പ്യൂട്ടറുണ്ട്. അതൊക്കെ ഏകദേശം എല്ലാം കുട്ടികൾക്കും പഠിക്കാനും ബാക്കി സൗകര്യങ്ങൾക്കുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ബിൽഡിംഗ് മാത്രമാണ് നമുക്കിതില്ലാത്തത്. ഇതിന് നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയ സ്കൂള് നമ്മുടെ ചക്ലയുടെ അവിടെ തുടങ്ങാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതിന് കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് കുട്ടികൾ സ്ഥിരമായിട്ട് വരും പഠിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെയും ഇതുപോലെ സ്കൂളിനെ പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് വരാനായിട്ട് നമ്മൾ വാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 വാനുകളുണ്ട്, സ്കൂൾ വാനുണ്ട് ഇവിടെ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂള്. ഈ ഗവൺമെൻറ് സ്കൂൾ പൂട്ടിപ്പോയിരിക്കുകയാണ്, കുട്ടികളൊന്നുമില്ല. പിന്നെ പറഞ്ഞ രീതിയിൽ അധ്യാപകരും ഇല്ല. ഇപ്പോൾ നിലവിൽ ഈ ഒരു പാടശേഖരത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ പൂട്ടിക്കെട്ടിയ ഒരു ഗവൺമെൻറ് സ്കൂൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്ത് ചെയ്യാൻ, കുട്ടികളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് പൂട്ടിപ്പോയി എന്നുള്ളതാണ് നാസർ ബ്രോ പറയുന്നത്. കണ്ടോ, നല്ലൊരു സ്കൂളായിരുന്നു. എന്നാൽ ഇത് വാടകയ്ക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ പ്രൈവറ്റായിട്ട് ബന്ധുവെങ്കിലും പഠിപ്പിച്ചേനെ. പക്ഷേ അതൊന്നും കിട്ടുകയില്ലെന്നാണ് ബന്ധു പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ ചെയ്യുക, ഇവിടെ കിടന്നിനി അങ്ങനെ നശിച്ചു പോവുകയുള്ളൂ. അങ്ങനെ നമ്മൾ ചക്ല ഗ്രാമത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടിയൊക്കെ ദൂരം മാറിയിട്ട് നീംതല എന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഗ്രാമത്തിലെ ഒരു കടയിലാണ് നമ്മളിരിക്കുന്നത്. ഒരു ചെറിയ ചായക്കട, ടാർപോളിൻ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കടയാണ് കേട്ടോ. ടാർപോളിൻ ഷീറ്റും അതോടൊപ്പം തന്നെ മുളയൊക്കെ ഉപയോഗിച്ച് പിന്നെ കുറച്ച് തടികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഈ ഒരു കട നിർമ്മിച്ചിരിക്കുന്നത്. ചായക്കടയോടൊപ്പം പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കുറച്ച് സ്വീറ്റ്സും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഈ കടയിലുള്ളത്. ഈ ഗ്രാമത്തിലൊരു ചെറിയ കടയാണ്, ഒരു ഏക കട എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അകത്തേക്കൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഈ കടയുടെ പുറകിലൂടെ നടന്ന് ആ ഒരു ഭാഗത്തൊക്കെ ഉള്ള വീടുകളൊക്കെ ഒന്ന് നമുക്ക് സന്ദർശിക്കാം. ഒരു ചെറിയൊരു ഗ്രാമം, ഇതുപോലത്തെ ചെറിയ ചെറിയ
ഗ്രാമങ്ങൾ നമുക്ക് ഈ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ ഇതുപോലെ ഒറ്റപ്പെട്ട ചെറിയ കടകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചെറിയ ചായക്കടകളും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ പലചരക്കടകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഗ്രാമത്തിനുള്ളിലൂടെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. എന്തായാലും ബന്ധു പറഞ്ഞു ചായക്കടയിൽ വന്നതല്ലേ, ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു. എല്ലാ ഗ്രാമങ്ങളിൽ എത്തുമ്പോഴത്തേനും ഓരോ ചായക്കട കാണും. എല്ലാ ഗ്രാമങ്ങളിലും നമ്മൾ ചായ കുടിച്ച് പോകുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന രീതിയിൽ ചായ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. ചായ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചായ കുടിച്ച് അധികം താമസിക്കാതെ അടുത്തടുത്ത് എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്നൊരു ചായ കുടിക്കാൻ പറഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. ഒരു ചായയൊക്കെ നോർമലി എല്ലാവരും കുടിക്കും. 1, 2, 3 ആകുമ്പോഴത്തേനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ചെറിയ ഗ്ലാസ്സാണ്. നമുക്കറിയാമല്ലോ, ഇത്രയും ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. ഇത് കട്ടൻ ചായയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. കൊള്ളാം, നല്ലതാണ് കേട്ടോ. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർ അത്യാവശ്യം നല്ല മധുരം ഉപയോഗിക്കും. അത് കേരളം കഴിഞ്ഞ് ഞാൻ കണ്ടിരിക്കുന്നത്, കേരളവും തമിഴ്നാടും അത്ര മധുരമില്ല. ആന്ധ്രയും കർണാടകയും ഒഡീഷയും ബംഗാളൊക്കെ എക്സ്ട്രീമാണ് മധുരത്തിൻ്റെ കാര്യത്തിൽ. അതോടൊപ്പം തന്നെ എരിവിൻ്റെ കാര്യത്തിലും ഉപ്പിൻ്റെ കാര്യത്തിലെല്ലാം അവർ എക്സ്ട്രീം ആയിരിക്കും. പാകത്തിനുള്ളത് അവരങ്ങനെ ഇട്ട് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ നമുക്ക് അനുഭവങ്ങളുണ്ട്. സാരമില്ല, ഒരു ദിവസം അല്പം മധുരം കൂടിയ ചായ കുടിക്കാം എന്നുള്ളതാണ്. നമ്മൾ ചായ കുടിക്കാനുള്ള ഒരു പ്രധാന കാരണം നാസർ ബന്ധു പറഞ്ഞത് എന്തായാലും ഇവിടെ വന്നല്ലേ അദ്ദേഹത്തിന് ഒരു കച്ചവടം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിലൂടെ വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുമ്പം അവർക്കൊരു കച്ചവടം ഇല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കടമായിരിക്കും. നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചോ, ഒന്നെങ്കിലും ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു ചായയോ ഒക്കെ കുടിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമായിരിക്കും. നമ്മളിവിടെ വന്ന് അവരുടെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേന് വലിയൊരു സന്തോഷമാണ്. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു ചായയെങ്കിൽ ചായ എന്നുള്ള രീതിയിലാണ് അവരിവിടെ ഇരിക്കുന്നത്. ഒരു ബിസിനസ്സായിട്ട് ഇരിക്കുകയാണല്ലോ അവർ. അങ്ങനെ നമ്മൾ ഈ കടയുടെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുകയാണ്. വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക്. ഡ്രിങ്കിങ് വാട്ടർ ഇതട്ടോ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തല്ലേ കുടിവെള്ള പദ്ധതി. ഡ്രിങ്കിങ് വാട്ടറിൻ്റെ. ഓക്കെ അത് കൊള്ളാം. അപ്പോൾ അങ്ങനെ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നു കേട്ടോ. ഇവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്. ഇവിടെ കുറച്ച് പഴയ ഒരു വീട് കാണാം. ഓടൊക്കെ മേഞ്ഞ് മണ്ണും സിമെൻറ്റൊക്കെ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന, മുളയുണ്ട്, അതൊക്കെ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് കാണാം. ഇവർ എന്ത് പറ്റി കാലിന് വയ്യാതിരിക്കുന്ന? ഒരു ആക്സിഡൻറ്റ് പറ്റിയതാ. 2 വർഷമായിട്ട് ഇരിപ്പിലാണ്. 2 വർഷമായിട്ട്? ഓഹോ. എന്ത് പറ്റിയതാ ഇപ്പം? വണ്ടി ആക്സിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലും? ഇവരുടെ ഇലക്ഷൻ സമയത്ത് കാൻഡിഡേറ്റിൻ്റെ സെക്യൂരിറ്റി സെക്യൂരിറ്റി വണ്ടി ഇടിച്ച്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പാസഞ്ചേഴ്സ് പോകുന്നു, ഓട്ടോറിക്ഷ ഫ്രണ്ടിലൊക്കെ ഇരിക്കും, കാല് പുറത്തേക്കായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവർ വണ്ടി ഇടിച്ച് കാല് ഒരു സൈഡ് ഒരു 6 ഫ്രാക്ചർ വന്നു. പല സർജറി കഴിഞ്ഞു. അവസാനം ഇപ്പോൾ ഈ തൊടയിൽ മാംസം എടുത്തിട്ട് കാല് വെച്ചേക്കുന്നത്. ഇവർക്കാണെങ്കിൽ ശരിക്കും അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മ മരിച്ചു, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒന്നുമില്ല. ഭർത്താവ് ഉപേക്ഷിച്ച് പോയി. ഈ വീട്ടിലവർ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇവർക്ക് സാമ്പത്തികമായിട്ടപ്പോൾ എന്തൊക്കെയാണ് ഭക്ഷണത്തിനുള്ളതൊക്കെ? വളരെ പ്രയാസമാണ്. പിന്നെ പ്രായമായിട്ടുള്ള അച്ഛനുണ്ട്, പുള്ളിക്കാർക്ക് കൂലിപ്പണിക്ക് പോയിട്ടാണ് ഒരു കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ ഇവർ വൈകിട്ട് വേണമെങ്കിൽ കയറി കാണാം കേട്ടോ. വീടിനകത്തല്ലേ? ഓക്കെ. ഒരു ചെറിയ വീട്. ഇവരുടെ അടുക്കളയൊക്കെ സാധാരണ ഗതിയിൽ എപ്പോഴും മുന്നിലാണല്ലോ അല്ലേ? ഇതിപ്പോൾ ഒരു ചെറിയൊരു അടുപ്പാണ് കേട്ടോ. ഈ ഒരു അടുപ്പിലാണ് അവർ പാചകം ചെയ്യുന്നത്. ഈ ചേച്ചിയാണ് വയ്യാണ്ടിരിക്കുന്നത്, കാലൊക്കെ വയ്യാണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ വെള്ളത്തിനുള്ള സംവിധാനം നമ്മളിവിടെ ഒരുക്കി കൊടുത്തേക്കുന്നുണ്ട്. അവിടെ നിന്ന് അവർക്ക് വെള്ളം എടുക്കാം അല്ലേ? അതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ വലിയ പാട് തന്നെ. ഓക്കെ. ഇല്ലല്ലേ, ചെരുപ്പ് ഇപ്പോഴാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മൾ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴേ നമ്മൾ കാണുന്നത് ഒറ്റ മുറിയുള്ളവർക്ക്, പിന്നെ ഒരു വരാന്തയാണ്. വരാന്തയിലും ഇവിടെ ആൾ കിടക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവിടെ ഒരു പായൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോഴത്തേനും അവിടെ ഇരുന്ന് ചേച്ചി പറഞ്ഞു, നിങ്ങളെ ചെരുപ്പിട്ട് കയറാൻ പറഞ്ഞു. പക്ഷേ ഒരു ആതിഥ്യ മര്യാദ, അല്ലെങ്കിൽ നമ്മളൊരു വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേനും എന്തായാലും എത്ര മോശമാണെങ്കിലും അത് ചെരുപ്പ് റിമൂവ് ചെയ്തിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. കാരണം അതാണ് അതിൻ്റെ ഒരു രീതി. ഇപ്പോൾ എന്തായാലും നമ്മളങ്ങനെ അകത്തേക്ക് കയറി. ഇവിടെയൊക്കെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കാണുന്നത് ചാണകവും ചെളിയും കൂടെ ചേർത്ത് കുഴച്ച് തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്, ഒരു മിനുസപ്പെടുത്തി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നെ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ചുടുകട്ട കൊണ്ടാണ് കേട്ടോ. പിന്നെ മുകളിൽ മേൽക്കൂരയായിട്ട് ഓടാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ടാർപോളിൻ ഷീറ്റൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്, പൊളിഞ്ഞു പോയ ഭാഗങ്ങളിലൊക്കെ. പിന്നെ അത് മാത്രമല്ല
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അവിടെയൊക്കെ കഴിക്കോലിന് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മുടെ അവിടെയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരത്തിൻ്റെ തടികളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് മുളയാണ് കേട്ടോ. മുളയ്ക്ക് റേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് ഉണ്ട്, പക്ഷേ തടിയേക്കാൾ റേറ്റ് കുറവാണ്. ഒരു മുളയ്ക്ക് 200 മുതൽ 400 രൂപ വരെയൊക്കെയാണെന്നാണ് നമ്മുടെ ബന്ധു പറഞ്ഞത്. പക്ഷേ തടിയെ അപേക്ഷിച്ച് കുറച്ചുകൂടി വില കുറവാണ്. അതുകൊണ്ടാണ് അവരിങ്ങനത്തെ മുള ഉപയോഗിച്ച് മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഓടും മുളയും പിന്നെ ഈ പറയുന്ന മൺകട്ട ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വരാന്തയിൽ നിന്ന് അകത്തേക്ക് പിന്നെ കയറുമ്പോൾ കാണുന്നത് ഒറ്റ മുറിയാണ്. ഒറ്റ മുറിയിൽ 2 കട്ടിലും 2 ബെഡും ഉണ്ട്. അത്യാവശ്യം ഒരു വലിയ കട്ടിലും പിന്നെ ഒരു ചെറിയ കട്ടിലുമാണ്. വലിയ ഒരു മുറിയൊന്നുമല്ല, ഒരു ചെറിയ മുറിയാണ്. ആ ചെറിയ മുറിയിലാണ് പരിമിതമായ സ്ഥലത്ത് അവർ കിടക്കുന്നതും പിന്നെ അവരുടെ ഡ്രസ്സൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ടങ്ങ് മാറിക്കഴിഞ്ഞാൽ തൊട്ടുപുറകിലായിട്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ അടുക്കളയും കൂടെ കാണാം. അത് ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന അടുക്കളയാണ്. അതുകൊണ്ടാണ് അത് മഴ നനയാതെ അകത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ മെയിൻ അടുക്കള കണ്ടു, ഇതിൻ്റെ മുൻഭാഗത്താണ്. അത് വിറക് ഉപയോഗിച്ചിട്ടാണ് അവർ കത്തിക്കുന്നത്. ഏറ്റവും കൂടുതൽ അവർ കുക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാ വീടുകളും ഈ ബംഗാളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേനും നമുക്ക് കാണാൻ കഴിയും. ബംഗാളിലെ ഉൾപ്രദേശങ്ങളിലൊക്കെ ഈ പറയുന്ന അടുക്കള വീടിൻ്റെ മുൻഭാഗത്തായിരിക്കും. അവിടെയാണ് അവർ പാചകം ചെയ്യുന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് വീടിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഒരു ചെറിയ വീട്, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. പ്രത്യേകിച്ച് ബന്ധു പറഞ്ഞു കേട്ടല്ലേ, ഒരു ചേച്ചി മാത്രമാണുള്ളത്. പിന്നെ ചേച്ചിയുടെ ഉപ്പയുണ്ട്. ഇവർ രണ്ടുപേരുമാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ താമസിക്കുന്നത്. ഉപ്പ ജോലിക്ക് പോയിട്ട് എന്തെങ്കിലും കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്നാണ് ഈ ഒരു കുടുംബം കഴിയുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ കാര്യമായിട്ടുള്ള ധനസഹായങ്ങളൊന്നും അങ്ങനെയൊന്നും കിട്ടുന്നില്ല. പിന്നെ ബന്ധുവിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ പറയുന്ന രീതിയിൽ കുറച്ച് സഹായങ്ങളൊക്കെ ഇവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് വളരെ സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. നമ്മൾ ഗ്രാമത്തിലുള്ള ഒരു പറമ്പിലേക്ക് കയറിയിരിക്കുക കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഈന്തപ്പനകൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇതൊരു ഈന്തപ്പനയാണ്. ഇതൊരെണ്ണം അതെ, അതൊരെണ്ണം അതെ, ഇത് അവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരു ചെറുതുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗത്തും ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈന്തപ്പനകൾ കാണാം കേട്ടോ. നമ്മൾ ഇവിടെ വരാനുള്ള പ്രധാന കാരണം ഈ കാണുന്നുണ്ടോ, ഷേപ്പുണ്ട്. ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ വെട്ടി ആരോ വെട്ടിയെടുത്ത് വെക്കുന്ന പോലെ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈന്തപ്പനകൾ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കട്ട് ചെയ്ത് നിർത്തുകയല്ല ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഇതിൽ നിന്ന്, ഈ ഒരു മരത്തിൽ നിന്ന് അവർ നീര് വെട്ടിയെടുക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ റബ്ബർ ടാപ്പ് ചെയ്യുമല്ലോ, റബ്ബർ വെട്ടുമല്ലോ. റബ്ബർ വെട്ടുമ്പോൾ എന്ത് ചെയ്യും, പാല് അതിൽ നിന്ന് വീഴും. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇവർ പ്രത്യേക ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെത്തി ആ പനയിൽ നിന്ന് നീരെടുക്കും. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഓവ് വെക്കും. ആ ഓവിലൂടെ എന്നിട്ട് അത് ഒഴുകി വന്ന് ഒരു കുടം ഉണ്ടാവും അവരുടെ കയ്യിൽ. ആ കുടത്തിലേക്ക് അതങ്ങ് വീഴും. അങ്ങനെയാണ് ഈ കാണുന്ന രീതിയിൽ ഈ മരങ്ങളെല്ലാം ഇവിടെ വെട്ടിയിരിക്കുന്നത്. നല്ല മധുരമാണ് എന്നാണ് ബന്ധു പറഞ്ഞത്. നമുക്കിനി പറ്റുവാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ചന്ത ദിവസങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ നീര് നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കുടിച്ച് നോക്കുമ്പോൾ പറയാം ഇതിന് മധുരം ഉണ്ടോ ഇല്ല എന്നുള്ളത്. ആക്ച്വലി ഞാൻ വിചാരിച്ചു ബന്ധു ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേന് ഇത് ഈ ചെത്തുന്ന പന വല്ലതുമായിരിക്കുന്നത്. ഈന്തപ്പനയാണെന്നുള്ളത് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ചെത്തുന്നത് എങ്ങനത്തെയാണ്, നമ്മുടെ സാധാ പനകളാണല്ലോ, അല്ലെങ്കിൽ തെങ്ങ്, അതൊക്കെ ആയിരിക്കും. ഈന്തപ്പന ഇങ്ങനെ ചെരിച്ചും മറിച്ചൊക്കെ വെട്ടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇതൊരു പ്രത്യേക ഒരു അറിവാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല. എന്തായാലും ഇവിടെ ധാരാളമായിട്ട് ഇങ്ങനെ ഈന്തപ്പനകൾ വെട്ടി ഇതിൽ നിന്ന് നീരെടുത്തിട്ട് പുറത്ത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ആൾക്കാർ പ്രവർത്തിക്കുന്നതന്നെയുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ ഇതിനു വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ ധാരാളം ഈന്തപ്പനകൾ നമ്മൾ പോകുന്ന ഗ്രാമത്തിൻ്റെ പല സ്ഥലങ്ങളിലൊക്കെ നിൽപ്പുണ്ട്. അവിടെയൊക്കെ ഇവർ പോയി വെട്ടി ഇതിൽ നിന്ന് നീരെടുത്തിട്ട് മാർക്കറ്റിൽ കൊണ്ട് അവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറ്റുവാണെങ്കിൽ നമുക്കത് കിട്ടുകയാണെങ്കിൽ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നമ്മളിങ്ങനെ ഗ്രാമത്തിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ യാദൃശ്യമായി കണ്ട ഒരു കാഴ്ചയാണ് ഈ കാണുന്ന ഈന്തപ്പനയും ഇതിൻ്റെ വിശേഷങ്ങളും. നമ്മളങ്ങനെ പലചരക്ക് കടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ട്. എന്താണെന്നുള്ളതൊക്കെ ബന്ധു വാങ്ങിച്ചോളും. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എങ്കിലും കുറച്ച് ഉരുളക്കിഴങ്ങോ സവോളയോ മറ്റ് മസാല ഐറ്റംസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ, അരിയൊക്കെ ഉൾപ്പെടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അതെന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. എന്തായാലും സാധനങ്ങൾ വാങ്ങിക്കട്ടെ. ഇപ്പോൾ കടയിലെ ചേട്ടന് എന്തോ ക്യാരി ബാഗ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ്. ക്യാരി ബാഗ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മളിവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം.
അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എത്തി കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ അരിയൊക്കെ ഉള്ളതുകൊണ്ടേ, അരിയുണ്ട്, കുറേ പലചരക്ക് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് എന്തിനാണെന്നുള്ളത്. ദീദി ബോഷോ 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 ബോഷോ. ഓക്കെ, എൻ്റെ അമ്മോ, അവർക്ക് കാലിന് ബുദ്ധിമുട്ടുണ്ട് അറിയാലോ. എന്താ അവർ പറയുന്നത്? ഓ ശരി ശരി ശരി. ദീദി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെങ്ങളുടെ മോളാണ് ഈ അടുപ്പൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ സെറ്റാക്കി, കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ സെറ്റാക്കി കൊടുക്കുന്നത്. പിന്നെ അത് വാർത്തൊക്കെ എടുക്കാനായിട്ട് അവരാണ് സഹായിക്കുന്നത് പറഞ്ഞാൽ. കാലിന് സുഖമില്ലാത്തതുണ്ട്. എന്തായാലും നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീട്ടിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പലചരക്ക് സാധനങ്ങളും അങ്ങനെ കുറേ ഐറ്റംസ്, പൊരി, അങ്ങനെ കുറേ ഐറ്റംസ് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്, മസാല ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്, ഓയിൽസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ചായപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു സഹായം ഇവർക്ക് വേണ്ടി ചെയ്തു കേട്ടോ. കാരണം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു അവസ്ഥയാണ് അവരുടെ കാര്യം, അറിയാമല്ലോ. പ്രത്യേകിച്ച് കാലിനൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പറയുന്ന പോലെ ഹസ്ബൻഡ് ഇല്ല. ആകെയുള്ളത് ദീദിയുടെ ഫാദർ മാത്രമേ ഉള്ളൂ. അദ്ദേഹം പോയി പണിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സഹായം, ഒരുപാടൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു സഹായം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പറ്റുന്ന രീതിയിലൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് തുടരാം. എന്നാൽ പോകാം നമുക്ക്. ഓക്കെ, ഒരു ഹാപ്പി ആയല്ലോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായം ചെയ്തു. ഓക്കെ ദീദി. ഓക്കെ, അങ്ങനെ നമ്മൾ ബംഗാൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയി ഓരോരോ കാഴ്ചകൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനിയും ഒരുപാട് നല്ല നല്ല കാഴ്ചകളും വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ പങ്കിടാനുണ്ട്. അത് ഇന്നത്തെ വീഡിയോയിലല്ല. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും യെസ്, ബൈ.